ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് USS. സോ നിങ്ങളുടെ USSന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫ്രാക്ഷൻസ്, അതായത് ഭിന്നസംഖ്യയിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1.5 meters ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട്. അപ്പോൾ ഒരു ഷർട്ട് തുന്നാൻ വേണ്ടിയിട്ട്, ഒരു കുപ്പായം തുന്നാൻ നമുക്ക് എത്ര മീറ്റർ തുണി വേണം? 1.5 മീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? തുണി വേണം. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 5 ഷർട്ടുകൾ തുന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര തുണി വേണ്ടി വരും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ 1.5 എന്ന് പറയുമ്പോൾ എന്താ? 1/2 മീറ്റർ ആണ്. ഓക്കെ, 1/2 മീറ്ററിന് നമുക്ക് ഏത് രൂപത്തിലും പറയാം? 1 × 2 + 1, ദാറ്റ് മീൻസ് 3/2 മീറ്റർ എന്ന് പറഞ്ഞൂടെ? 3/2 മീറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ഷർട്ട് തുന്നാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്ര വേണ്ടത്? 3/2 മീറ്റർ വേണ്ടത്. നമുക്ക് അതുപോലത്തെ 5 വേണം. ദാറ്റ് മീൻസ് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 5 × 3/2, ദാറ്റ് മീൻസ് 5 × 3 15 ആണ്. 15/2 മീറ്റർ. ഓക്കെ, 15/2 മീറ്റർ. അത് നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണുള്ളത്. നമുക്കത് എന്താക്കണം? അതിനൊരു മിശ്ര ഭിന്നമാക്കണം. എല്ലാം എന്തെങ്കിലും ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ആക്കുക? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15ൽ എത്ര 2 ഉണ്ട്? 7 ആണ്. 7 × 2 14 ആണ്. റിമൈൻഡർ സിസ്റ്റം എത്ര വന്നു? 1 ആണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ? 7 റിമൈൻഡർ മുകളിൽ ചെയ്താൽ 1/2 മീറ്റർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഏത് ഓപ്ഷനാണ്? ഏത് ഓപ്ഷനാ? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം നോക്കാം. എ പേഴ്സൺ വാക്സ് 2.5 kilometers in an hour. അപ്പോ ഒരാള് ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. 2/1/2 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 2.5 കിലോമീറ്റർ നടക്കും. ഈ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ചിന്തിക്കടാ, ഒരു മണിക്കൂറിൽ എത്രയാണ് നടക്കുന്നത്? ഒരു മണിക്കൂറിൽ 2/1/2. 2/1/2 നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? 2 × 2 4, 4 + 1 5/2 കിലോമീറ്റർ എന്ന് പറഞ്ഞൂടെ? ഓക്കെ ആണല്ലോ? 5/2 കിലോമീറ്റർ എന്ന് പറയാം. ഇത് ഒരു മണിക്കൂറിൽ നടക്കുന്നതാണ്. നമ്മളോട് ചോദിക്കുന്നത് 1 മണിക്കൂറിൽ എത്ര നടക്കുന്നതാണ്. 1 എന്ന് പറയുന്നത് നമുക്ക് 1/1/2 എന്ന് പറഞ്ഞൂടെ? 1.5. 1/1/2 എന്ന് പറഞ്ഞാൽ 1 × 2 2 + 1 3 ആണ്. 3/2 മണിക്കൂർ. 3/2 അവർ എന്ന് പറയാം. അപ്പോ ഒരു മണിക്കൂറിൽ 5/2 ആണെങ്കിൽ 1.5 മണിക്കൂറിൽ എത്രയായിരിക്കും? 1.5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 15 ആണ്. ഡിവൈഡഡ് ബൈ 2 × 2 4 ആണ്. അപ്പൊ 15/4 ആയിരിക്കും നമുക്ക് ശരിയായ ഉത്തരം വരിക. പക്ഷെ നമ്മൾ അതിന് എന്തിലോട്ട് മാറ്റണം? മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. 15 ഹരിക്കണം 4. 15 എത്ര 4 ഉണ്ട്? 3 ആണ്. 3 × 4 12. നമുക്ക് ശിഷ്ടം 3 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇവിടെ മുകളിലുള്ളത് എന്ത് ചെയ്യാം? പാർട്ടായിട്ട് വരും. ഇനി ശിഷ്ടം വരുന്നത് നമ്മുടെ ന്യൂമറേറ്ററിൽ വരും. അതുപോലെ തന്നെ 4 നമ്മുടെ ഡിനോമിനേറ്ററിൽ താഴെയും ആയിട്ട് വരും. അപ്പൊ 3/4 ആണ് നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നുണ്ടായിരിക്കുക. അത്രയും കിലോമീറ്റർ ആണ് നമുക്ക് ശരിയായിട്ടുള്ള എന്ത് ചെയ്യുക? ഉത്തരം വരുന്നുണ്ടായിരിക്കുക. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഹൗ മെനി റെക്ടാംഗിൾസ് ഓഫ് ലെങ്ത് 3/4 meter and breadth 1/2 meter can be cut off from a rectangle of length 4 1/2 meters and 1/2 meter. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ റെക്ടാംഗിൾ ഉണ്ടെന്ന് വിചാരിക്കാം. വലിയൊരു റെക്ടാംഗിൾ, ഒരു കാർഡ്ബോർഡ് പീസ് ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു വലിയ കാർഡ്ബോർഡ് പീസ്, ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡിന്റെ പീസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചെറിയ ചെറിയ റെക്ടാംഗിൾസ് കുറേ എണ്ണം ഇങ്ങനെ കട്ട് ചെയ്യാണ്. 4 ആണെന്ന് വിചാരിക്കരുത്. ഞാൻ അവിടെ 4 കൊടുത്തെന്ന് വിചാരിച്ചിട്ട് 4 ആണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ കുറേ റെക്ടാംഗിൾസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ വലിയ റെക്ടാംഗിളിന്റെ ലെങ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്രെഡ്ത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നീളം വീതി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ റെക്ടാംഗിളിന്റെ, ചെറിയ ചതുരത്തിന്റെയും നീളവും അതുപോലെ തന്നെ വീതി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഇതുപോലത്തെ എത്ര റെക്ടാംഗിള്, ഓക്കെ, ഇതുപോലത്തെ എത്ര റെക്ടാംഗിള് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അത് കണ്ടെത്തുന്നുണ്ടാവുക? സോ ആദ്യം നമ്മളിവിടെ ഈ ഒരു ബിഗ്ഗർ ചതുരത്തിന്റെ, ബിഗ്ഗർ റെക്ടാംഗിളിന്റെ എന്ത് കാണും? ഏരിയ കാണും, പരപ്പളവ് കാണും. അതുപോലെ തന്നെ ഓരോ ചെറിയ ചതുരത്തിന്റെയും പരപ്പളവ് കാണും. ചെറിയ ചതുരത്തിന്റെയും ഏരിയ നമ്മൾ കാണും. എന്നിട്ട് ഈ വലുതിൽ നിന്ന് എന്ത് ചെയ്യും? ചെറുത് ഡിവൈഡ് ചെയ്യും.
ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും 2 മിഠായി വീതം കൊടുക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 5 പേർക്ക്. അത് എങ്ങനെ നമ്മൾ കാണാം? 10 ഡിവൈഡഡ് ബൈ 2, 5. അതേ സെയിം ലോജിക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലെങ്ത് എത്രയാണ്? 4 1/2 ആണ്. 4 1/2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 1/2 ആണ്. ഓക്കെ, അപ്പോൾ 4 1/2നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്ന സമയത്ത് 4 × 2 8 ആണ്. 8 + 1 9 ആണ്. അപ്പോൾ 9/2 ഇൻറ്റു 1 1/2നെ നമ്മൾ ഓൾറെഡി 2 തവണ മാറ്റി കഴിഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യനുകളിലൊക്കെ ഇത്രയാണ്, 3/2 ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ എത്ര വരും? 9 × 3 27 ഡിവൈഡഡ് ബൈ 2 × 2 4. അപ്പോൾ 27/4 സ്ക്വയർ മീറ്റർ ആണ്. സ്ക്വയർ മീറ്റർ ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറുതിന്റെ ഏരിയ കാണാം. ചെറിയ ഒരു ചതുരത്തിന്റെ ഏരിയ കാണാം. എത്രയാടാ? 3/4 ആണ് നമുക്ക് അവിടെ നീളം വരുന്നത്. വീതി എത്ര വരുന്നത്? വീതി നമുക്ക് 1/2 ആണ്. ഓക്കെ, അപ്പൊ 3 × 1 3 ആണ്. ഡിവൈഡ് ബൈ 4 × 2 8 ആണ്. ഓക്കെ, സ്ക്വയർ മീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, ഈ വലിയ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ എന്ത് ചെയ്യണം? ഹരിക്കണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് നോക്കാം. 27/4 ഡിവൈഡഡ് ബൈ 3/8. എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക? അതിന്റെ റെസിപ്രോക്കലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് 27/4 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 8ൽ എത്ര 4 ഉണ്ട്? 2 ആണ്. 4ൽ എത്ര 4 ഉണ്ട്? 1 ആണ്. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി 27ൽ എത്ര 3 ഉണ്ട്? 9 ആണ്. 3ൽ എത്ര 3 ഉണ്ട്? 1 ആണ്. അപ്പോൾ താഴെ ഇനി 1 × 1 1 തന്നെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ എന്താ ഉള്ളത്? 9 × 2 ദാറ്റ് മീൻസ് 18. 18 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യെസ്, 18 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ 18 ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലോജിക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ? വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ആരൊക്കെയുണ്ട്? 8/19 ഉണ്ട്. അതുപോലെ തന്നെ 9/18 ഉണ്ട്. 7/13 ഉണ്ട്. 8/17 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 9/18 കൺസിഡർ ചെയ്യാം. 9/18 എന്ന് പറയുമ്പോൾ 18ന്റെ പകുതിയാണ് 9. 18ന്റെ പകുതിയാണ് 9. ദാറ്റ് മീൻസ് ഹാഫ് വരെ വരുന്നുണ്ട്. ഇവിടെ 7/13 കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 8/17 8/19 ആണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. ഇതിൽ 8/19 നോക്കാം. 8/19 എന്ന് പറയുന്നത് 19ന്റെ ഹാഫ് എത്രയാണ്? 9.5 ആണ്. അതിനേക്കാളും ചെറുതാണ് 8. ദാറ്റ് മീൻസ് ഇത് ചെറിയ ഫ്രാക്ഷൻ ആണ് അല്ലെ? ഹാഫിനേക്കാളും ചെറിയ ഫ്രാക്ഷൻ ആണ്. പകുതിയേക്കാളും ചെറിയ ഫ്രാക്ഷൻ ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ അതെന്തായാലും നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ ആവില്ല, വലിയ ഫ്രാക്ഷൻ ആവില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പകുതിയേക്കാളും മീതെയാണ്. കാരണം 13ന്റെ പകുതി എന്ന് പറയുന്നത് 6.5 ആണ്. 6.5നേക്കാളും വലിയ വാല്യൂ ആണ് 7 എന്ന് പറയുന്നത്. സോ ഇത് നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാം, ഇതൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാം. എന്തായാലും ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആവില്ല, അതായത് 8/19 ആവില്ല. ഇനി 8/17 നോക്കാം. 17ന്റെ പകുതി എത്ര? 8.5 ആണ്. ഇവിടെ 8 വരുന്നുള്ളൂ, അതും ഹാഫിലോട്ട് എത്തുന്നില്ല. സോ ഇത് നമ്മുടെ ആൻസർ അല്ല. ഇനി 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് 9/18 ആണ്, ഒന്ന് 7/13 ആണ്. ഇത് കൃത്യം ഹാഫാണ് വരുന്നത്. ഇത് ഹാഫിനേക്കാളും കൂടുതലുണ്ട്. ദാറ്റ് മീൻസ് 7/13 ആയിരിക്കും ബിഗർ ഫ്രാക്ഷൻ ആയിട്ട് വരാം. 7/13 ആയിരിക്കും ബിഗർ ഫ്രാക്ഷൻ ആയിട്ട് വരാം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. 2 ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടി. എക്സാമ്പിൾ ആയിട്ട് വിചാരിച്ചോ, 9/18 അതുപോലെ തന്നെ 7/13. ഓക്കെ, 9/18 നമുക്ക് ചെറുതാക്കാം. സിംപ്ലർ ഫോമിൽ പറയാലോ, 1/2 എന്ന് പറയാം. 1/2 എന്ന് പറഞ്ഞാൽ 9/18 എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. ഇവിടെ 7/13 നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റൂല. ഓക്കെ, ഇനി ഈ 2 ഫ്രാക്ഷൻ തന്നു. ഇതിൽ ഏതാണ് ബിഗർ എന്ന് എങ്ങനെ നോക്കാന്നറിയോ? ഇവിടെ ന്യൂമറേറ്റർ മുകളിലുള്ളത് 1 അല്ലേ? ആ 1നെ ഇങ്ങോട്ട് ഇറക്കിയതാ. ഇവിടെ മുകളിലുള്ളത് 7 അല്ലേ? അത് അതിന്റെ താഴേക്ക് ഇറക്കിയതാ. ഈ 13 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 13 ഇവിടെ 7 × 2. 1 × 13 13 ആണ്. 7 × 2 14 ആണ്. ഏതാണ്? 14 അല്ലേ ബിഗർ? ദാറ്റ് മീൻസ് 14 ഏതിന്റെ നേരെയാണ്? 7/13ന്റെ നേരെയാണ്. ദാറ്റ് മീൻസ് ഇതായിരിക്കും ഇവിടെ ബിഗർ ഫ്രാക്ഷൻ വരിക.
ഇങ്ങനെയും നിങ്ങൾക്ക് രണ്ട് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഏതാണ് ബിഗർ ഏതാണ് സ്മോളർ എന്നുള്ള രൂപത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഗേവ് 1/5 പാർട്ട് ഓഫ് ഹിസ് സേവിങ്സ് ടു ഹിസ് എൽഡസ്റ്റ് സൺ, 1/4 പാർട്ട് ഓഫ് ദ റിമൈനിങ് ടു ഹിസ് സെക്കൻഡ് ആൻഡ് 1/3 ഓഫ് ദ റിമൈനിങ് ടു തേർഡ് സൺ. വാട്ട് പാർട്ട് ഓഫ് ദ സേവിങ്സ് ഡിഡ് ഹി ഗിവ് ടു ഹിസ് തേർഡ് സൺ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? മലയാളത്തിൽ നമുക്ക് നോക്കാം. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 1/5 ഭാഗം മൂത്ത മകന് നൽകി. ശേഷിക്കുന്ന സമ്പാദ്യത്തിന്റെ 1/4 ഭാഗം രണ്ടാമന് നൽകി. ശേഷിക്കുന്ന സമ്പാദ്യത്തിന്റെ 1/3 ഭാഗം മൂന്നാമത്തെ മകന് നൽകി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മകന് കിട്ടിയത് ആകെ ഉള്ളതിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആകെയുള്ള സമ്പാദ്യം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആകെയുള്ള സമ്പാദ്യം ഒരു 100 ആണെന്ന് വിചാരിക്കാം. 100 രൂപയോ വാട്ടവർ ആയിക്കോട്ടെ, 100 ഏക്കറോ എന്തോ ആയിക്കോട്ടെ, 100 ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മകന് എത്രയാണ് കിട്ടിയത്? അതായത് മൂത്ത മകന്, എൽഡസ്റ്റ് മകന് എത്ര കിട്ടിയത് നോക്ക, 1/5 ഭാഗമാണ്. അപ്പൊ 1/5 ഭാഗം ഏതിന്റെ 1/5 ഭാഗം? 100ന്റെ 1/5. 100ന്റെ 1/5 എന്ന് പറഞ്ഞാൽ 100/5 ആണ്. ദാറ്റ് മീൻസ് 20 ആണ് ആർക്ക് കിട്ടിയത്? മൂത്ത ആൾക്ക് കിട്ടിയത്. അപ്പൊ 20 മൂത്ത ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എത്ര ബാക്കിയുണ്ടടാ? 80 ബാക്കിയുണ്ട്. കാരണം 100 ഉണ്ടായിരുന്നത്, 20 മൂത്ത ആൾക്ക് കൊടുത്ത് ബാക്കി 80 ബാക്കിയുണ്ട്. ഇനി അടുത്ത കാര്യം കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ളതിന്റെ 1/4 സെക്കൻഡ് സണ്ണിന്. അപ്പോൾ ബാക്കിയുള്ളതിന്റെ 1/4. അപ്പോൾ 1/4 ഓഫ് 100 എന്ന് എഴുതരുത്, ബാക്കിയുള്ളതിന്റെയാണ്. ദാറ്റ് മീൻസ് 1/4 × 80. ദാറ്റ് മീൻസ് 80/4 = 20. ഓക്കെ, അപ്പൊ ഒരു 20 കൂടി പോയി. അപ്പൊ ഇനി എത്ര ബാക്കിയുണ്ട്? 60 ബാക്കിയുണ്ട്. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ ആൾക്ക് എത്ര കിട്ടിയത്? മൂന്നാമത്തെ മകന് ശേഷിക്കുന്ന സമ്പാദ്യത്തിന്റെ 1/3. അപ്പൊ മൂന്നാമത്തെ തേർഡ് സണ്ണിന് ബാക്കിയുള്ളതിന്റെ 1/3. ബാക്കി എത്രയുണ്ട്? 60 ഉള്ളത്, അതിന്റെ 1/3. ദാറ്റ് മീൻസ് 60/3, അവിടെയും 20. അപ്പൊ ആക്ച്വലി 3 പേർക്കും കിട്ടിയിട്ടുള്ളത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പിന്നെ എത്ര ബാക്കിയുണ്ട്? ഇനി 40 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? മൂന്നാമത്തെ മകന് കിട്ടിയത് ആകെ ഉള്ളതിന്റെ എത്ര ഭാഗം? അപ്പൊ ആകെ ഉള്ളത് 100 ഭാഗമാണ്, അല്ലെങ്കിൽ 100 ആണ് ആകെ ഉള്ളത് ആണല്ലോ. അതിൽ എത്ര ഭാഗമാണ് മൂന്നാമത്തെ ആൾക്ക് കിട്ടിയത്? മൂന്നാമത്തെ ആൾക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 20 ആണ് കിട്ടിയത്. നോക്കുക, 20/100. 0 കട്ട് ചെയ്തു, 2/10 ഒന്നും കൂടി ചെറുതാക്കുന്ന സമയത്ത് 1/5. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, കാര്യം വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ആ ഭിന്നസംഖ്യ മാത്രം വെച്ച് ഫ്രാക്ഷൻസ് മാത്രം ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ എടുക്കുക, നമ്പർ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസറിലോട്ട് നിങ്ങൾ ആൻസർ തെറ്റി പോകുന്നില്ല, അങ്ങനെ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 1 + 1/2 × 1 + 1/3 × 1 + 1/4? ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1 + 1/2 × 1 + 1/3 × 1 + 1/4 എത്രയാണെന്നുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്ന് ആദ്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം 1 + 1/2. ഇതിന് നമുക്ക് 1/2 എന്നും പറയാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. 1/2ന്റെ വില എത്ര? 3/2 ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ചെയ്തതാണ്. ഇനി 1 + 1/3, അതിന് നമുക്ക് 1/3 എന്ന് പറഞ്ഞൂടെ? 1/3ന്റെ വില എത്ര? 4/3 ആണ്. അത് നിങ്ങൾക്ക് എന്താണ്? അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് 1 + 1/4, അതിന് നമുക്ക് 1/4 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, 1/4ന്റെ വില എത്ര? 1 × 4, 4 ആണ്. 4 + 1 5, 5/4. ഓക്കെ, ഇതാണ് ആ ഒരു 3 വാല്യൂ വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താം. അപ്പൊ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3/2 × 4/3 × 5/4. അപ്പൊ ഒന്നും കൂടി സിംപ്ലർ ആക്കി എഴുതുമ്പോൾ 3 × 4 × 5 / 2 × 3 × 4 എന്ന് കിട്ടി. ഓക്കെ, ഇവിടുന്ന് 4നെയും കട്ട് ചെയ്യാം. മുകളിൽ നിന്നും താഴെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 3നെയും കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബാക്കി എന്താ ഉള്ളത്? 5 ഉണ്ട്, 2 ഉണ്ട്. 5/2 ആണ്. 5/2 ഉത്തരം ഉണ്ടാവുക? 5/2. യെസ്, 5/2 ഉണ്ട്.
ഓപ്ഷൻ 4 നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ഓൾറെഡി ഭിന്നസംഖ്യയുടെ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ തന്നെ സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.